എങ്ങനെയുണ്ട്? സിനിമയുടെ സെറ്റിലാണെന്ന് തോന്നുന്നു അല്ലേ? തിരക്കുണ്ടെന്ന് തോന്നുന്നു. ആ ഞാൻ ഷൂട്ടിലാണ്. അതുകൊണ്ട് വിഷു അങ്ങനെ ഒരു ആഘോഷമായിട്ടില്ല ഇപ്രാവശ്യം. ഓക്കെ. പൊതുവെ എങ്ങനെയാ വിഷുവൊക്കെ ആഘോഷിക്കാറൊക്കെ ഉണ്ടോ? കണി കാണലും കൈനീട്ടവും? കൈനീട്ടവും സദ്യയൊക്കെയാണ് മെയിൻ. വീട്ടിലങ്ങനെ ഭയങ്കരമായി ഇപ്പൊ നമ്മള് ചില വീഡിയോസിലൊക്കെ കാണാൻ അത്രയ്ക്ക് ഗംഭീരമായിട്ടൊന്നും ഒരുക്കാറില്ലെങ്കിലും നമ്മുടെ പൂജാമുറിയിൽ ജസ്റ്റ് പോയി പ്രാർത്ഥിച്ചിട്ട് അങ്ങനെ. പിന്നെ ഞാൻ പൊതുവെ എല്ലാ ദിവസങ്ങളും അങ്ങനെ തന്നെ പ്രാർത്ഥിച്ച് തുടങ്ങുന്ന ഒരാളാണ്. അതുകൊണ്ട് അങ്ങനെ വിഷു ആയതുകൊണ്ട് പ്രത്യേകം പ്രാർത്ഥന എന്നുള്ളൊരു ഇതില്ല. നമ്മൾ മെയിൻ ആയിട്ട് ഓണം, വിഷു എന്നൊക്കെ പറയുമ്പോൾ ഏറ്റവും കൂടുതൽ പെട്ടെന്ന് നമ്മുടെ എക്സൈറ്റ്മെന്റ് മുഴുവൻ നല്ല സദ്യയിലാണ്. ആ. ഈ പ്രാർത്ഥിച്ചു തുടങ്ങുന്നെന്ന് പറഞ്ഞു. ഗുരുവായൂരപ്പനെയാണോ അതോ മൂകാംബികയാണോ ധന്വന്തരിയാണോ പ്രാർത്ഥന? ഗുരുവായൂരപ്പനാണ് പെട്ടെന്ന് പ്രാർത്ഥിക്കാറ്. ഈ ഓർമ്മയിൽ നിൽക്കുന്ന വിഷുക്കണി അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ആ അങ്ങനെ പറയാനായിട്ട് ഇല്ല. നമ്മള് ചെറുപ്പത്തില് അടുത്തുള്ള കുട്ടികളും ഒക്കെ ആയിട്ടുള്ള ഒരു വിഷു എന്നുള്ളൊരു ഇതുണ്ടല്ലോ. അത് ഇപ്പൊ കുറവാണ്. കാരണം മിക്കപ്പോഴും ചിലപ്പോ ഷൂട്ടിലായിരിക്കും അല്ലെങ്കിൽ ട്രാവലായിരിക്കും. അപ്പൊ അതാലോചിക്കുമ്പോ എവിടെയൊക്കെയോ അത് മിസ്സാവുന്നതിന്റെ ഒരു ചെറിയൊരു ഫീലിങ്സ് ഉണ്ടാവാറുണ്ട്. ഒരുപാട് വേറൊന്നും ആലോചിക്കാനില്ല, ഒന്നുമില്ല. നമ്മളെല്ലാരും കുറെ കുട്ടികളായിട്ട് പിന്നെ കണി വെക്കുന്നതിന്റെയും അല്ലെങ്കിൽ കൊന്നപ്പൂവ് പറിക്കാൻ പോകും അങ്ങനത്തെയൊക്കെയുള്ള ചെറിയ ഓർമ്മകളുണ്ട്. അപ്പൊ അത് ഭയങ്കര സ്പെഷ്യൽ ആയിട്ട് എപ്പോഴും ഓക്കെ. ആലോചിക്കാറുണ്ട്. ഓക്കെ. അപ്പോൾ കേരളത്തിനും ഭാവനയ്ക്ക് വിഷു സന്ദേശം അറിയിക്കാം. വിഷു ആശംസകൾ നേരാം. അതെ, എല്ലാവർക്കും വിഷു ആഘോഷിക്കുന്ന എല്ലാ മലയാളികൾക്കും ഹൃദയം നിറഞ്ഞ വിഷു ആശംസകൾ. നല്ല ഓർമ്മയിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു ബ്യൂട്ടിഫുൾ വിഷു ആവട്ടെ. ഗോഡ് ബ്ലെസ്. ഓക്കെ. താങ്ക് യു ഭാവന.